സാമാന്യം ദുബായിൽ വരെ ബാധിച്ചില്ല. പക്ഷെ ഓസ്ട്രേലിയയിൽ ബാധിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളമാണെങ്കിലും ദൈവം പോലും വിരുന്നു പോകുന്നത് ഓസ്ട്രേലിയയിലാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ ചെന്ന ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കോളേജിൽ നിർബന്ധമായും അറ്റൻഡൻസ് കൊടുത്തിരിക്കണം. ബാക്കിയുള്ള 5 ദിവസം നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. ലീഗലി നമുക്ക് ആഴ്ചയിൽ 20 hours മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്ബെറ്റൻ യൂണിവേഴ്സിറ്റി. ഇവിടെ നിന്ന് വെറും 15 കിലോമീറ്റർ അകലെയാണ് ഓസ്ട്രേലിയയുടെ ഹൃദയഭാഗമായ സിഡ്നി സ്ഥിതി ചെയ്യുന്നത്. സിഡ്നി ലോകത്തിന്റെ സ്വർഗം. അവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അവിടെ പിടിച്ചു നിൽക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ഓരോരുത്തരുടെ കഴിവ് പോലെ. ഓക്കെ, ആർക്കെങ്കിലും എനിമോർ ഡൗട്ട്? ആദി, ഞാനിത് മാച്ചോട്ടെ. ഇനി ഏതെങ്കിലും രാജ്യത്തിന് മാപ്പ് വരയ്ക്കാനുണ്ടോ? ഇല്ല. ആന്റണി ചം വന്നാൽ ഇതുപോലെ ബ്ലാക്ക് ബോർഡ് കിട്ടിയെന്ന് വരില്ല. വേണമെങ്കിൽ ഞാൻ ഇവർക്ക് ഒരു കങ്കാരുവിന്റെ പടം വരച്ചു കൊടുക്കും. ഓ വേണ്ട, അവര് ഓസ്ട്രേലിയ വെറുത്തു. നിങ്ങളുടെ മാറിയെന്ന്. അപ്പോ എല്ലാം പറഞ്ഞു പോലെ. ഓസ്ട്രേലിയ നമുക്ക് അടിച്ച് പൊളിക്കണം. ആ ഷെറിൻ, ഷെറിന്റെ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ കിട്ടിയില്ലെങ്കിൽ വിസ മറ്റാർക്കെങ്കിലും കൊടുക്കുവേ. അയ്യോ ആദ്യട്ടാ, അത് ഞാൻ ഉടനെ എത്തിച്ചോളാം. ആ എത്തിച്ചാ നിനക്ക് കൊള്ളാം. പിതാമര കുഞ്ഞുടനെ പുഴയെ കൊണ്ട് കുളിപ്പിക്കും. പുഴയല്ല മോനെ, കൊള്ളാം. കുളത്തിലല്ലടാ, പുഴയില്. ഞാൻ ആനെ കുളിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ആദിയുടെ കാര്യമാ. ആ വരവ് കണ്ടാലറിയാം. വരവാ എല്ലാം കൊള്ളാവും. അതെ, കങ്കാരികൾ പോവാൻ പറ്റേ. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാനും എന്റെ അപ്പനാ. ഇതാണ് ഇത്ര വലിയ കാര്യം. ഇതൊക്കെ അവർക്ക് അറിയാവുന്ന. എനിക്കൊരു അപ്പന്റെ സ്ഥാനത്ത് ചില ഗൗരവമുള്ള കാര്യങ്ങൾ പറയാനുള്ളത് അതിനപ്പുറത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഞാനൊന്നും പറയിട്ടാണ്. വന്നു വെറുതെ വെളുത്തുന്ന സൂര്യനെ കറപ്പിക്കില്ലട്ടാ. അല്ല, ഞാൻ നിന്റെ അപ്പനല്ല, നീ എന്റെ അപ്പനോ? അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കാം. ആ താക്കോലി തന്നെ. പന്തയത്തിൽ തോറ്റ പിള്ളേരെ പോലെ മോന്തേ പേർപ്പിച്ചിരിക്കണ്ടില്ലേ, പ്രായപൂർത്തിയാകാത്തൊരാ. വണ്ടി നിർത്താൻ. അതാരാടാ ബൈക്കിൽ വരണോര്? അപ്പാ കണ്ടിട്ട് കൊട്ടേഷൻ എന്നാ തോന്നുന്നു. നിർത്താൻ. നീ എന്തായാലും വണ്ടി സൈഡാക്ക്. എന്താ വേണ്ട വെച്ചാ കൊടുക്കാം. ഒതുക്ക്. ആരെയാ വേണ്ടേ? അപ്പാ നിന്നെയാ. പോയി വാങ്ങിച്ചിട്ട് പോരെ. എനിക്ക് പറ്റില്ല. എന്താ പേടിയുണ്ടാ? പേടിയൊന്നുമല്ല. ഇവന്മാരെ തല്ലിക്കഴിഞ്ഞാൽ വല്ല പെറ്റിക്കസിന്റെ കഴിഞ്ഞാ എനിക്ക് ഓസ്ട്രേലിയ പോകാൻ പറ്റില്ല. എന്താ? എന്റെ പൊന്നപ്പനല്ലേ, ചെന്ന് മേടിക്കപ്പാ. ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവാന്ന് വെച്ചാ ഇവന്മാരിട്ട് സമ്മതിക്കില്ല. എവിടെന്നെങ്കിലും ആയിട്ട് കേറി വരും. എന്നാ ഞാനങ്ങോട്ട് മോശം കളിക്കാതെ പോവാ. ഞങ്ങൾക്ക് അവനെ കാണേണ്ടത്. എന്നെ കണ്ടാലും പോരെ, അവന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണത്. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ നിങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഞങ്ങൾ അവന് കൊടുത്തോളാം. ഹലോ, എന്റെ പൊന്ന് ചങ്ങാതെ, എനിക്ക് ഓസ്ട്രേലിയ പോകണ്ട. ഒന്ന് പോയേ അപ്പാ. താങ്ക് യു അപ്പാ. എനിക്ക് ഓസ്ട്രേലിയ പോകേണ്ടതാ. ഓസ്ട്രേലിയ ഒക്കത്തിന് പറപ്പിക്കും ഞാൻ. അപ്പതേ ഒരു മുടിയൻ. ഹലോ, ഞാൻ കുടിക്കണ കഞ്ഞിയിൽ എന്തിന് കല്ലിട്ടളക്കാണ് കൊച്ചേട്ട. കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കല്ലത്തിൽ വേവൂല്ല.
തട്ടി പോവോ? ഞാൻ കുടിക്കണ കഞ്ഞിയില്ലെന്തിന് കൈയിട്ടലക്കണ് കൊച്ചേട്ട, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കല്ലത്തില് വേവൂല, ഈ കല്ലത്തില് വേവൂല. അപ്പൊ പാട്ട് മാറ്റിപ്പിടി. ഏത് പാട്ട്? അമ്മ പടച്ച പാട്ട്. കൊട്ടുമരമ്പത്ത് കൊക്കിരിക്കും പോലെ കാത്തിരിക്കണ്ടന്റെ കൊച്ചേട്ട, കാത്തിരിക്കണ്ടന്റെ കൊച്ചേട്ട. അപ്പൊ ഒരു കൊച്ചേട്ടൻ. നായിലിരുന്നരി കൊള്ളൂല, ചക്ക വല്ലുപ്പം തുളക്കില്ല. അയ്യോ അപ്പൊ മുടിയേ. ഞാനുള്ളു മൂത്താല് പാമ്പാവോ, ഞാനുള്ളു മൂത്താല് പാമ്പാവോ. കാക്ക കറുത്തത് നേരാണോ എന്ന കാണും കറുപ്പൊക്കെ കാക്കാവോ. മെലിമെലിന്തിന് കുമ്മയം പൂശണ് വേല ഇറക്കല്ല കൊച്ചേട്ട. വേല ഇറക്കല്ല കൊച്ചേട്ട. എന്താ നീ ഇവിടെ? എന്റെ ആദ്യട്ടാ എന്റെ വിസയുടെ കാശ് അണ്ണന്റെ കൂട്ടുകാർ നിങ്ങൾക്ക് കൊണ്ട് തരാൻ വന്നതാ. അപ്പോഴങ്ങനെ നാടൻ പാട്ട് നാടൻ തല്ലി. നിർത്ത്, ഒന്ന് നിർത്താൻ. അവരെനിക്ക് വിസയുടെ കാശ് തരാൻ വന്നവരാണ്. വേദന വല്ലതും? അതെ, ഈ വെട്ടളം കുത്തലൊക്കെ തന്നെ നമ്മുടെയും പരിപാടി. പക്ഷേ ആദിയുടെ കൂടെ ഇങ്ങനെ ഒരു ഗുണ്ടയുള്ള കാര്യം ഇവൻ പറഞ്ഞില്ല. ഇത് ഗുണ്ടല്ല, എന്റെ അപ്പനാ. ആദ്യേട്ടന്റെ അപ്പനാണത്. ആ ഗുണ്ടപ്പൻ. അപ്പനെ നേരിട്ട് കണ്ട എന്തായാലും നന്നായി. ഇനി ഒരിക്കലും അപ്പനെ മറക്കില്ല. എന്തായാലും വിസയുടെ കാശ് അപ്പന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാശാ? ഉത്തരവാദിത്തമുള്ള അപ്പനല്ലേ. നാളെ ആദിയോടൊപ്പം എന്റെ അനിയനും ഓസ്ട്രേലിയക്ക് പോകും. അവൻ അവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടായ നാളെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആദിയുടെ അപ്പനല്ലേ നാട്ടിലുണ്ടാവൂ. അതുകൊണ്ട് കാശ് അപ്പന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. 4 ലക്ഷം തികച്ചുണ്ട്. എന്റെ കൃഷ്ണ, എന്നാലും ഇതൊരു വല്ലാത്ത അബദ്ധമായി പോയി എന്റെ മോനെ. ഇവിടുന്ന് എന്ത് പറഞ്ഞിറങ്ങിയ ആളാ അവസാനം അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി വന്നിരിക്കുന്നു. അമ്മ അപ്പനെ കളിയാക്കല്ലേ. ഏതൊരു അപ്പനൊരു അബദ്ധമൊക്കെ പറ്റില്ലേ? അതാടാ, എനിക്ക് ഒറ്റ അബദ്ധം പറ്റിയിട്ടുള്ളൂ. ഇനി പറ്റില്ല. നീ ഓസ്ട്രേലിയക്കോ ഉഗാണ്ടയ്ക്കോ കുന്നംകുളത്തേക്കോ എവിടെ വേണമെങ്കിലും പോയിക്കോ. ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പൊക്കോളാം. അപ്പന്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഉഗാണ്ട അപ്പനായിരിക്കും നല്ലത്. ആയിക്കോട്ടെ, നീ നിന്റെ അമ്മയ്ക്കും കൂടെ വിസ സംഘടിപ്പിച്ചിട്ട് കൂടെ കൊണ്ടുപോടാ. അയ്യേ, കൊത്തി കൊത്തി തലയിൽ മുടി അവിടെയും കയറി. നീ ഭാഗ്യവാനാടാ. നിന്റെ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും നിനക്ക് കിട്ടാൻ പോണ പെണ്ണ് കറുത്തതാ. ഇനി അതില് കുട്ടികൾ ഉണ്ടായാലും അതും കറുത്തതായിരിക്കും. കറുത്തിട്ടാണെങ്കിലും ജനിക്കുകയാണെങ്കിൽ നിന്നെ പോലെ ജനിക്കണം. നമ്മളെ പോലുള്ള കർമ്മമാരുടെ വിഷമ ഞാൻ പറയണേ. വല്ലതും മനസ്സിലാവണ്ടോന്ന്? അതെ, നീ അങ്ങോട്ട് ചെല്ല്. നീ സംസാരിച്ച എല്ലാ പരിഭവവും മാറും. ഏയ്, ഇതങ്ങനെ തീരുന്ന പരിഭവമൊന്നുമല്ല. അപ്പന്റെ മനസ്സ് മാറാൻ ഒരു പ്രാർത്ഥന തന്നെ വേണ്ടി വരും. എന്നാ നമ്മുടെ ഗണപതി കോവിലില് ഞാനൊരു വഴിപാട് കഴിക്കും. അത് മാത്രം പോരാ. നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛനെ വിളിച്ച് അപ്പന് മാനസാന്തരം ഉണ്ടാകാൻ ഒരു കൂട്ട പ്രാർത്ഥന തന്നെ വേണ്ടി വരും. ലക്ഷ്മിയ, നീ ഞാൻ വെളുക്കുന്ന നേരത്തെ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോക്കാരൻ പറഞ്ഞ മാതിരി നേരം വെളുത്താലും വെളുക്കില്ല. അപ്പന് വെള്ളം ഒടിച്ച് കഴിയുമ്പോഴാ ബോധം പറഞ്ഞത്. ആനോട് കാണിക്കണ ഒരു മര്യാദ. അപ്പന് മാനസാന്തരം വരാൻ ഇടവകയിലെ അച്ഛനെ വിളിച്ച കൂട്ടപ്രാർത്ഥന. പിന്നെ ഇവന്റെ തോന്നിയാസിന് ഇടവകയിലച്ച കൂട്ടിക്കല്ലേ. അച്ഛനല്ലെങ്കിൽ എന്താ, ചെറിയ അച്ഛൻ ഉണ്ടായിരുന്നില്ലേ? ചെറിയ അച്ഛനല്ലേ അച്ഛനല്ലേ? 2 കുട്ടികളുടെ അച്ഛൻ. പോത്തുകളെ ആരെങ്കിലും സോപ്പ് തേച്ച് കുളിപ്പിക്കാറുണ്ടോ മോളെ? അപ്പൊ അതെ, നമ്മളെ പോത്തൊന്ന് വിളിക്കണു. അത് നിന്നല്ലേടാ, അപ്പൊ ഞാനാരാ? നീ പോത്തും കുഞ്ഞ്. തലയിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ. മുടിയില്ലാത്തതാ, വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങാൻ വേണ്ടി തന്നെയാ. എന്തായാലും വേണ്ടില്ല. കുറെ കള്ളും കോഴിയും കിട്ടിയപ്പോ നിന്റെ അച്ഛന്റെ പരിഭവം മാറിയല്ലോ. മാറി. ഇവൻ നമ്മടെ മുത്തല്ലേ, അപ്പന്റെ വെളുത്ത മുത്ത. അതാണ് എന്റെ കർത്തപ്പൻ. പക്ഷേ ഓസ്ട്രേലിയയിൽ പോണ കാര്യം മാത്രം അമ്മയോടും മോനോടും അപ്പനും നോ യോജിക്കും.
നടക്കില്ല. അപ്പോഴായാലും ഇപ്പോഴായാലും അപ്പൻ പിടില്ല. കെട്ടിപ്പിടിച്ചിരുന്നു. ഇത് ആരുടെ കാറ്? തോമസ് മാത്യു സാറിന്റെ. ഏത് തോമസ് മാത്യു? ആദിയുടെ സ്പോൺസർ. അങ്ങേരെ ആസ്ട്രേലിയക്ക് പോകാനുള്ള വിസയുമായി വന്നതാ. ഞങ്ങൾ ആദ്യം ഒന്ന് ആസ്ട്രേലിയക്ക് പോയിച്ചു വരട്ടെ. ഈ വീട്ടുമുറ്റത്തും കിടക്കും ഇതുപോലൊരു കാറ്. പിന്നെ ഇത് ആദിക്കുള്ള വിസ. ഇതൊരിക്കലും എന്റെ ഔദാര്യമല്ല, ആദിയുടെ ഹാർഡ് വർക്കിനുള്ള കോംപ്ലിമെന്റ്. താങ്ക് യു സർ. സർ, ഇതെന്റെ അമ്മയാണ്. നോനോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, സത്യോട്ട് എന്റെ അപ്പനാ? ഇത് ആദിയുടെ അപ്പനാണെന്ന് കണ്ടാ പറയില്ല. ഈ പ്രായത്തിൽ ഇത്രയും മുതിർന്ന മകനോ? ആദിയുടെ ഫാദർ വളരെ യങ് ആണ്. ഇങ്ങനെ മുഖം കറുപ്പിച്ച്. അതിന് എന്റെ മുഖം വെളുത്തിട്ടല്ലോ ലക്ഷ്മി. അവനൊരു നല്ല ഭാവി ഉണ്ടാവണം തന്നെ എന്റെയും പ്രാർത്ഥന. പക്ഷേ നമുക്കിടയിൽ അവനില്ലാത്തൊരു ദിവസം. അവനാ ആന്റണി ആദിത്യവർമ്മ. അവനിപ്പോൾ ഹോട്ടൽ വൈറ്റ് സിറ്റിയിൽ എത്തിക്കാണും. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വിവരം പാവം അവൻ അറിയില്ലല്ലോ. ഏക് ബുദ്ധു ഹേ ദുനിയാ കാ നമ്പർ 1 ബുദ്ധു. ആന്റണി ആദിത്യവർമ്മ. ഗാവോ പിയോ മസ്സ കരോ. എടോ, ദിവസവും നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും ഇതുപോലുള്ള നിരവധി ചീറ്റിങ്ങൾ അറിയുന്നുണ്ട്. എന്നിട്ടും നിന്നെ പോലൊരാൾ അവന്റെ വലയിൽ വ്യാജ മേൽവിലാസവും മരിച്ചുപോയ ഒരാളുടെ പേരിലുള്ള മൊബൈൽ ഫോണും അവൻ നിന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നു. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആദിത്യ, നീ തന്ന പരാതിയിന്മേൽ അന്വേഷണം നടക്കും. ഇനി അവൻ പിടിക്കപ്പെട്ടാലും അവന്റെ പേരിൽ സ്വത്തില്ലെങ്കിൽ അവന് കിട്ടാൻ പോകുന്നത് കുറച്ചു കാലത്തെ ജയിൽവാസം. അതുകൊണ്ടൊന്നും നീ മീഡിയേറ്ററായി വാങ്ങിക്കൊടുത്ത 40 ലക്ഷം രൂപയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? കർത്താവേ, എന്റെ ലോറി ഇനി ആന്റണിയുടെ മുറ്റത്ത് കിടന്ന് അത് അപകടമാ. എടുത്ത് മാറ്റിക്കളയാം. ഇനി അവൻ ഈ വളയം പിടിക്കണ്ട. മതി, നിർത്ത്. ഇനിയൊന്നും പറയരുത്. ആരെയും കണ്ണടച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ആന്റണിയുടെ മകൻ ഒരു അബദ്ധം പറ്റി. എല്ലാരും അവനോട് ക്ഷമിക്കണം. അവനെ ശപിക്കരുത്. ഞാൻ പറയട്ടെ, കർത്താവിന് നിരക്കാത്ത ഒന്നും ഞാൻ എന്റെ കുടുംബം ചെയ്തിട്ടില്ല. ഈ വീടും സ്ഥലം വിറ്റിട്ട് ഞാൻ നിങ്ങളുടെ കാശ് തരും. ആന്റണി വെറുമ്പാക്ക് പറയാറില്ല. ഒരൊറ്റ അപേക്ഷയുള്ളൂ. അതിനൊരു അല്പം സാവകാശം എനിക്ക് തരണം. എല്ലാരും പിരിഞ്ഞു പോണം. ആന്റണി പറഞ്ഞിട്ട് പോവാ. മാറ്റങ്ങളെ
എവിടെയാടാ നിന്റെ മോൻ? വിളിക്കവനെ. അവനെ നീ എവിടെ ഒളിപ്പിച്ചാലും ഞങ്ങള് പൊക്കും. ഏയ് വേണ്ട, നമ്മുടെ ആന്റണി ചേട്ടനോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിലും 5 കാശ് പ്രതിഫലം വാങ്ങാതെ നാട്ടു റോഡിൽ വെച്ച് നല്ല നാടൻ പാട്ടും നാടൻ തല്ലും കാഴ്ചവെച്ച വലിയൊരു കലാകാരനാണ് ഇദ്ദേഹം. കലാകാരന്മാരെ ബഹുമാനിക്കണ്ടേ? ആദ്യത്തിനെ കാണേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഇടപാട് നമ്മൾ തമ്മിലായിരുന്നല്ലോ. 4 ലക്ഷം രൂപ എന്നോട് വാങ്ങിയത് ആന്റണിയാ, അല്ലേ ആന്റണി? അതെ. കേട്ടോടാ, ആന്റണി സത്യസന്ധന. ആന്റണിയുടെ വാക്ക് വിശ്വസിച്ച് കാശ് കിട്ടാനുള്ളവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വെറുതെ അല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നിങ്ങളുടെ കാശ് ഞാൻ പെട്ടെന്ന് തരാം. ആ എന്നാ പെട്ടെന്ന് തന്നേക്ക്, ഞങ്ങൾക്ക് പോകാൻ തിരക്കുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് ജോലി തിരക്കുള്ളതാ. എനിക്ക് കുറച്ച് അവധി തരണം. അവധി തരാൻ ഞാൻ നിന്റെ മേലുദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ ആന്റണി. നടക്കുന്ന കാര്യം ഞാൻ തന്നെ പറയാം. നിന്റെ ആനയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഇനി മാടമ്പാട്ട് തറവാട്ട് മുറ്റത്ത് നിൽക്കട്ടെ. എന്തേ അടങ്ങി നിക്കടാ. തടയാൻ വരരുതാനണി. തടയാൻ വന്നാ ഈ മുറ്റത്തിട്ട് എല്ലാത്തിനും വെട്ടിനുറുക്കി ചോര കൊണ്ട് എന്നെ കണക്കെഴുത്തള്ളും. വിളിക്കണം നമ്മുടെ ആന ഡ്രൈവറെ. പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു പക്ഷെ എനിക്ക് പറ്റിയേക്കും. പക്ഷെ അപ്പന്റെ മുന്നിൽ ഇനി വയ്യ. കാരണം ഇതുപോലൊരു മകനെ സ്നേഹിച്ചൊരപ്പൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ലക്ഷ്മിയെ, നമ്മുടെ മോൻ കരയണ്ട. ഇപ്പൊ അവൻ ഇവിടുന്ന് മാറി നിൽക്കുന്ന തന്നെയാ എന്തുകൊണ്ടും നല്ലത്.